വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലങ് നോഡ്യൂൾസ്. നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു മെഡിക്കൽ ടെസ്റ്റിനായി നമ്മളൊരു എക്സ്റേ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായി CT സ്കാൻ എടുക്കുമ്പോഴോ എല്ലാം ചെറിയ പാടുകളായി കാണുന്നതാണ് നമ്മൾ ലങ് നോഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇത് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നുപോയി ചെറിയ പാടുകൾ തുടങ്ങി ചെറിയ ചെറിയ മുഴകൾ വരെയാകും. അപ്പോൾ ഇത് പല അസുഖങ്ങളുടെയും തുടക്കമായിട്ടുള്ള ഒരു കാരണമാണ്. TB പോലെയുള്ള ഇൻഫെക്ഷൻ മുതൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഈ ലങ് നോഡ്യൂളിൽ നിന്നാവാം തുടങ്ങുന്നത്. വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടായിട്ട് ഡോക്ടറെ വന്ന് കണ്ട് പരിശോധിക്കുന്നത് വളരെ കുറവാണ്. നമ്മളപ്പോൾ ഇത് ഇൻസിഡൻ്റലി ഡിറ്റക്റ്റഡ് ആണ്. എക്സ്റേ എടുക്കുമ്പോൾ CT എടുക്കുമ്പോഴോ നമ്മളിത് കണ്ടെത്തുന്നു. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് എന്താണ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം ഇത് കണ്ടെത്തുന്നതിനായി ഹൈ റിസ്ക് ഗ്രൂപ്പുകളിൽ സ്ക്രീനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നോഡ്യൂൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ സാങ്കേതിക വിദ്യകൾ അനുസരിച്ചിട്ട് ബ്രോങ്കോസ്കോപ്പി വഴി വളരെ എളുപ്പമായിട്ട് ഈ നോഡ്യൂളിലേക്ക് എത്തുകയും ഈ നോഡ്യൂൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും ചെയ്യുന്ന ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. തിൻ ബ്രോങ്കോസ്കോപ്പി, ക്രയോബയോപ്സി, എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട്, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഈ നോഡ്യൂൾ ഏതാണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ രോഗനിർണയം, ഇപ്പോൾ TB ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. TB ആണെങ്കിൽ TBയുടെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ തന്നെ ഇത് വളരെ എർലി സ്റ്റേജ് ആയിരിക്കുകയും അതുകൊണ്ട് പൂർണ്ണമായും നമുക്കത് ചികിത്സിച്ച് മാറ്റാൻ കഴിയും എന്നൊരു അവസ്ഥ പോലും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ രോഗനിർണയം എന്താണെന്ന് നിർണ്ണയിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.